ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി വന്ദനയെ കൊണ്ട് പ്രകാശൻ ചെയ്യിച്ചതാണോ എന്നൊരു സംശയമുണ്ട്. പരാതി കൊടുപ്പിച്ചതിന് പിന്നിലും പ്രകാശന്റെ കൈ ഉണ്ടെന്നതിൽ ഒരു സംശയവും വേണ്ട. എനിക്കെതിരെ കളിച്ച പ്രകാശനെ ഒതുക്കാൻ തുറുപ്പ് ചീട്ടുകൾ പലതും ഇറക്കി കളിക്കും ഞാൻ. എന്താ വീടും പറമ്പൊക്കെ പൊടി പിടിച്ചു കിടക്കുന്നതേ കണ്ടില്ലേ? വീട്ടുടമസ്ഥയ്ക്ക് വീട് വൃത്തിയാക്കുന്ന കാര്യത്തിലേ തീരെ ആത്മാർത്ഥതയില്ല. ലക്ഷങ്ങൾ വാരിയറിഞ്ഞ വീടുണ്ടാക്കിയിരിക്കുന്നത്, അതോർക്കണ്ടേ? അതെങ്ങനെയാ? അവൾക്ക് 10 പൈസ ചെലവില്ലല്ലോ. അവൾക്കേ മുതലാളി ചവഞ്ഞ് നടന്നാ മതിയല്ലോ. എന്നാ ശരി ചേച്ചി, നാളെ കാണാം. ഈശ്വര, ഇങ്ങനെയൊരു ഉത്തരവാദിത്തമില്ലാത്തവരുണ്ടോ? ഇതെന്താ വന്നു കേറിയില്ല? അതിനുമുമ്പ് എന്താ ഈ ബഹളം? ആരെയും കുറ്റം പറയുന്നത്? കണ്ടില്ലമ്മേ, വീട് വൃത്തിയാക്കുന്ന കാര്യത്തില് സുചിത്രയ്ക്ക് ഒരു ശ്രദ്ധയുമില്ല. വീടും പരിസരം കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? പെണ്ണുങ്ങളുള്ള വീടാണെന്ന് ആരെങ്കിലും കണ്ടാ പറയോ? നിലം തുടക്കിയില്ല, മാറാലടിക്കയില്ല. പല്ലിയുടെയും പാറ്റിയുടെയും ചെലന്തിയുടെ ഒക്കെ വിളയാട്ടവും. ചോദിക്കാനും പറയാനും ആരുമില്ല. തനി ഭാർഗവി നിലയം പോലെ. എന്ത് ഭ്രാന്ത പ്രകാശേട്ടൻ ഈ പറയുന്നത്? വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നില്ലെന്നോ? ഞാൻ ഇന്നും അടിച്ചുവാരി ഇട്ടതാ. ദേ, എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കരുത്. അടിച്ചുവാരി പോലും. അയൽവക്കത്തെ വീട്ടുകാരെ വീട് വൃത്തിയാക്കിയിടുന്നത് നീ പോയി കണ്ട് പഠിക്കണം. ഇവിടെ ഉണ്ടല്ലോ ഒരു ഗൃഹനാഥ, എന്റെ തലവിധി. ദേ, വീട് വെച്ചിട്ടേ നാളെ അധികമായില്ല, കിടക്കണ കിടപ്പുണ്ടില്ലേ? മോനെ, നീ സുചിത്രയെ കുറ്റം പറയണ്ട, ഞാൻ അടിച്ചു വൃത്തിയാക്കിക്കോളാം. വേണ്ടമ്മേ, ഞാൻ വൃത്തിയാക്കിക്കോളാം. ആത്മാർത്ഥമായിട്ട് വേല ചെയ്യുന്നവരെ കൂടി മനസ്സ് മടിപ്പിച്ച് കളയല്ലേ. അമ്മ ചെയ്യുന്നെങ്കിൽ വൃത്തിയാക്കൽ പണി അമ്മ തന്നെ ചെയ്യട്ടെ. നീ വേറെ പണികൾ ചെയ്താൽ മതി. അമ്മയോളം വൃത്തിയാക്കാൻ മിടുക്കി ഈ ലോകത്ത് വേറെ ആരുമില്ല. അമ്മേ, അടിച്ച് വൃത്തിയാക്കി ഇട്ടേക്കമ്മേ. എന്താ മനോജ് ഒരു ചമ്മലും പരുങ്ങലും ഒക്കെ? ഞങ്ങള് നിനക്കെതിരെ ഗൂഢാലോചന നടത്തുന്നൊന്നും അല്ല, നല്ല കാര്യോ പറഞ്ഞത്. അങ്ങനെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുമില്ല. ഓ, അച്ഛന്റെ ചെലവിൽ ഏർപ്പാടാക്കിയ വീട്, അച്ഛന്റെ ചെലവിലുള്ള ജീവിതം, അങ്ങനെയെല്ലാം അച്ഛനിൽ സമർപ്പിച്ചു കഴിയുന്ന എനിക്ക് ഈ വരവും വളരെ സന്തോഷം തരുന്ന ഒന്നാണ്. അച്ഛൻ ഇവിടെ 2 ദിവസം നിന്നിട്ട് പോയാ കുറച്ചുകൂടെ സന്തോഷവും. മോളെ, ഇവൻ ഈ പറഞ്ഞതിൽ ഒരല്പവും കലർപ്പില്ല എന്ന് എനിക്ക് വിശ്വസിക്കാവോ? ഇനി ഏതായാലും അച്ഛന്റെ സ്വന്തം മകനേക്കാൾ വിശ്വസിക്കാം ഈ മനോജിന്. അച്ഛന്റെ കൂടെ നിന്ന് ചതിക്കില്ലെന്നും പൂർണ്ണമായിട്ട് ഞാൻ ഉറപ്പ് തരുക. ഞാനതങ്ങ് വിശ്വസിച്ചു. കുറുപ്പച്ച, ഞാൻ ഇതുവരെ വിശ്വസിച്ചവരാരെയും ചതിച്ചിട്ടില്ല. മാത്രമല്ല, വലുപ്പച്ചെറുപ്പമില്ലാതെ എല്ലാരെയും അനുസരിക്കുകയും ചെയ്യും. മനോജേ, നിന്നെക്കുറിച്ച് ഹരിതമോൾ ഒപ്പിട്ട് എന്നൊരു വിശ്വാസപത്രം ഞാൻ മനസ്സിൽ ചില്ലിട്ട് സൂക്ഷിക്കുക. കാര്യം, നിന്നെപ്പോലെ ഒരു മരുമകനെ അംഗീകരിക്കാൻ പാടാണെങ്കിലും എന്റെ മോൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, അറിയാലോ.
മനോജ്, ഞാനിപ്പോ വന്നത് നിന്നോടൊരു ബിസിനസിന്റെ കാര്യം സംസാരിക്കാനാ. വാ, നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. വേണ്ടച്ച, അച്ഛനും മനോജും ഇവിടെ ഇരുന്ന് സംസാരിച്ചോ, ഞാൻ മാറിത്തരാം. ഒരു ബിസിനസിന്റെ പ്രോജക്റ്റ് ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അതില് ഒരു വലിയ തുക നീ മനോജ് മുതൽ മുടക്കേണ്ടി വരും. കുറുപ്പച്ചൻ എന്തായി പറയുന്നത്? എന്റെ കയ്യിൽ പണമില്ല. കുറുപ്പച്ചന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല ഞാൻ നിൽക്കുന്നത്. അതെ, പണത്തിന്റെ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട. പ്രകാശന്റെ പുതിയ വീട് പണയം വെച്ച് നമുക്ക് പണം ഉണ്ടാക്കാം. ഞെട്ടി 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 നീ വാ വാ. അതിനുള്ള രാഷ്ട്രീയക്കാരന്റെ കളിയൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ട്. അതിനു വേണ്ട കളി കളിക്കുമ്പോ എന്റെ മനസ്സിൽ 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, എന്റെ മരുമകനായ നിനക്ക് കൂടി അവകാശപ്പെട്ട പണം നിന്നെ ചതിച്ചുകൊണ്ട് അവൻ പ്രകാശൻ നേടിയെടുത്തു. മറ്റൊന്ന്, എന്റെ മകൾ ഹരിതയെ അവൻ വെല്ലുവിളിച്ചു. എന്താടാ, ശരിയല്ലേ? ആ, ശരിയാ ശരിയാ. ഇക്കാര്യത്തിൽ എനിക്ക് പ്രകാശേട്ടനോട് കടുത്ത അമർഷമുണ്ട്. പ്രകാശന് അർഹിക്കുന്ന തിരിച്ചടി കൊടുക്കാനാണ് ഞാനൊരു കളി കളിച്ചത്. ഇപ്പോ എന്നെ തകർക്കാനുള്ള ഒരു കരുനീക്കം കൂടി നടക്കുന്നുണ്ട്. എനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി വന്ദനയെ കൊണ്ട് പ്രകാശൻ ചെയ്യിച്ചതാണോ എന്നൊരു സംശയമുണ്ട്. പരാതി കൊടുപ്പിച്ചതിന് പിന്നിലും പ്രകാശേട്ടന്റെ കൈ ഉണ്ടെന്നതിൽ ഒരു സംശയവും വേണ്ട. എനിക്കെതിരെ കളിച്ച പ്രകാശനെ ഒതുക്കാൻ തുറുപ്പ് ചീട്ടുകൾ പലതും ഇറക്കി കളിക്കും ഞാൻ. ഇനി ഒരു ദിവസം പോലും പ്രകാശനും വന്ദനയ്ക്ക് ഉണ്ടാവില്ല. കുറുപ്പ് അതിന് സമ്മതിക്കില്ല. മാനത്തെ കൊട്ടാ